നമസ്കാരം. രാഷ്ട്രീയ കേരളത്തിന്റെ അന്തരീക്ഷത്തെ ആകെ കൊടുങ്കാറ്റിലാഴ്ത്തിക്കൊണ്ട് മാസപ്പടി വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിന്റെ ഭരണം മാറിമറിഞ്ഞ് വി.ഡി. സതീശൻ സർക്കാർ കടിഞ്ഞാണ് ഏറ്റെടുത്തുവെങ്കിലും കഴിഞ്ഞ ഭരണകാലത്ത് അരങ്ങേറിയ അഴിമതികളുടെ കറുത്ത അധ്യായങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ലെന്ന് തെളിയിക്കുന്നതാണിപ്പോൾ പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും. ഇന്നലെ വരെ അധികാരത്തിന്റെ ഉന്നത തലങ്ങളിലിരുന്ന് നാടടക്കി ഭരിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഇന്ന് ഇഡിയുടെ പിടിയിലമരുന്ന ദയനീയ കാഴ്ചയാണ് നാം കാണുന്നത്. മകൾ വീണ വിജയൻ ചോദ്യം ചെയ്യലിൽ നൽകിയ നിർണായക മൊഴികൾ സ്വന്തം അച്ഛന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ കല്ലറ തോണ്ടുന്നതായി മാറിയിരിക്കുന്നു. അഴിമതികൾക്കെതിരെ വാളോങ്ങി അധികാരത്തിലെത്തിയവർ സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക സാമ്രാജ്യം പടുത്തുയർത്താൻ സർക്കാർ സംവിധാനങ്ങളെ എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ അക്കാദമിക്കായ തെളിവുകളാണിപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നത്. പ്രതിപക്ഷ നിരയിലേക്ക് പിന്തള്ളപ്പെട്ട പിണറായി വിജയന് ഇനി ഈ കൊള്ളരുതായ്മകളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് ഇഡിയുടെ തുടർ നീക്കങ്ങൾ. അധികാരത്തിന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് സ്വന്തം മകളുടെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ നടത്തിയ ആസൂത്രിതമായ നീക്കങ്ങളാണിപ്പോൾ ഓരോന്നായി ചുരുളഴിയുന്നത്. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ഇഡിയുടെ നിർണായക ചോദ്യങ്ങൾക്ക് മുന്നിൽ വിയർപ്പൊഴുക്കിയ വീണ വിജയൻ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് മൊഴിയാണിപ്പോൾ സ്വന്തം അച്ഛന്റെ രാഷ്ട്രീയ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി മാറിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അച്ഛനാണ് അറിയാവുന്നത് എന്ന ആ വെളിപ്പെടുത്തൽ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തെ ആകെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ഇന്നലെ വരെ നെഞ്ചു വിരിച്ച് ജനങ്ങളുടെ മുന്നിൽ സംസാരിച്ചവർ ഇന്ന് മകളുടെ ആ ഒരൊറ്റ വാക്ക് മൊഴിയുടെ മുന്നിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. സ്വന്തം ചോരയെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തി അധികാരം നിലനിർത്താൻ നോക്കിയവരുടെ പതനം എത്രമാത്രം ദയനീയമാണെന്ന് ഈ ഒരൊറ്റ സംഭവം വിളിച്ചു പറയുന്നു. അധികാരം തന്ന സുരക്ഷിതത്വത്തിൽ മകളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുകിയെത്തിയപ്പോൾ നാടിനെ പറ്റിച്ച ഈ കുടുംബം ഇന്ന് ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരായി മാറുകയാണ്. ഭരണകൂടത്തിന്റെ അപ്പക്കഷ്ണങ്ങളും കൊള്ളമുതലുകളും മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഒഴുക്കിക്കൊടുത്ത ഈ അവിശുദ്ധ കൂട്ടുകെട്ട് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. CMRL ഉടമ കർത്തയുടെ മൊഴികളും വീണയുടെ ഒളിച്ചുകളിയും ഒന്നുചേരുമ്പോൾ കേരളം കണ്ട എക്കാലത്തെയും വലിയ സാമ്പത്തിക കൊള്ളയുടെ മാസ്റ്റർ മൈൻഡ് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണെന്ന സത്യം നാട്ടുകാർ മുഴുവൻ തിരിച്ചറിയുകയാണ്. യാതൊരുവിധ സേവനങ്ങളും നൽകാതെ ഒരു ജോലിയും ചെയ്യാതെ കോടിക്കണക്കിന് രൂപയാണ് എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് മാസപ്പടിയായി ഒഴുകിയെത്തിയത്. ഇതിനു പകരം കൊടൂരമായ വഴിവിട്ട രാഷ്ട്രീയ സഹായങ്ങളാണ് പ്രമുഖ വ്യവസായികൾക്കും കമ്പനികൾക്കും അന്നത്തെ സർക്കാർ തലത്തിൽ ചെയ്തു കൊടുത്തത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പുണ്യവാളന്മാരായി വേഷം കെട്ടി നടക്കുമ്പോൾ കറുത്ത പണം പെട്ടിയിലാക്കി മകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി ഈ നാണം കെട്ട രാഷ്ട്രീയ നാടകം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു വശത്ത് സാധാരണക്കാരായ അണികളെ വിപ്ലവം പറഞ്ഞു പറ്റിക്കുമ്പോൾ മറുവശത്ത് മകളുടെ കമ്പനി വഴി ഖജനാവ് കൊള്ളയടിച്ച ഇരട്ടത്താപ്പ് ചരിത്രത്തിൽ പോലും കേട്ടിട്ടില്ലാത്തതാണ്. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ഘോരഘോരം പ്രസംഗിച്ചവർ ഇന്ന് അന്വേഷണ ഏജൻസികളെ കണ്ട് ഭയന്നോടുന്ന പരിതാപകരമായ അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. മകളുടെ മൊഴി തന്നെ അച്ഛന് വലിയ തിരിച്ചടിയാകുന്ന ഈ അപൂർവ സാഹചര്യം CPMന്റെ ധാർമ്മികതയുടെ മുഖംമൂടിയാണ് പൂർണ്ണമായും കീറിയെറിഞ്ഞിരിക്കുന്നത്. അഴിമതിക്കെതിരെ വാളോങ്ങുന്നവരുടെ യഥാർത്ഥ മുഖം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തം മകളുടെ മൊഴി അച്ഛന് വിനയായി മാറുന്ന ഈ അവസ്ഥയേക്കാൾ വലിയൊരു രാഷ്ട്രീയ ദുരന്തം വേറെ ഉണ്ടാകില്ല. അഴിമതിയുടെ അഴുക്കുചാലിൽ മുങ്ങി നശിച്ച ഇവർക്ക് ഇനി ജനങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ യാതൊരുവിധ ധാർമ്മിക അവകാശവുമില്ലെന്ന് ജനങ്ങൾ ഉറക്കെ പറയുന്നു. അടിയുറച്ച പാർട്ടി അണികൾ പോലും ഈ കൊള്ളക്കഥകൾ കേട്ട് തലയിൽ കയ്യും വെച്ച് നിൽക്കുന്ന ദയനീയ കാഴ്ചയാണ് കേരളത്തിലെമ്പാടും കാണാൻ സാധിക്കുന്നത്. സ്വന്തം നേതാക്കളുടെ കള്ളക്കളി പുറത്തു വരുമ്പോൾ പ്രതിരോധിക്കാൻ പോലും വായ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സൈബർ സഖാക്കൾ പോലും. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ റിപ്പോർട്ടും കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കർശന നടപടികളും ഈ കേസിന്റെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്നുണ്ട്. ഭരണത്തിന്റെ അവസാന നാളുകളിൽ നടത്തിയ ഈ കൊള്ളകൾക്ക് എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറാൻ ഇനി പിണറായി വിജയന് സാധിക്കില്ല. വി.ഡി. സതീശൻ സർക്കാർ ഭരണം പിടിച്ചെടുത്തു എങ്കിലും പഴയ ഭരണാധികാരികൾ ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ പ്രതിപക്ഷം മൊത്തത്തിൽ കടുത്ത പ്രതിസന്ധിയിലുമാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ എന്തുമാവാമെന്ന ധാർഷ്ട്യത്തിനുള്ള ശക്തമായ പ്രഹരമാണിപ്പോൾ കോടതികളിൽ നിന്നും അന്വേഷണ ഏജൻസി ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള അണികളെ പോലും വെട്ടിലാക്കുന്ന കടുത്ത മൗനമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തെറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരുമ്പോൾ പ്രതിരോധിക്കാൻ പോലും കഴിയാതെ പകച്ചു നിൽക്കുന്ന ദയനീയ അവസ്ഥയിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത്. അധികാരത്തിന്റെ നാവടങ്ങിയപ്പോൾ പാർട്ടിയുടെ അഴിമതി മുഖവും ഒന്നിനു പുറകെ ഒന്നായി അഴിഞ്ഞു വീഴുകയാണ്. ഈ കേസിൽ നിന്ന് തലയൂരാൻ പാർട്ടി നേതൃത്വം നടത്തുന്ന ഓരോ നീക്കങ്ങളും കൂടുതൽ പച്ചയായ നുണകളായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. സാമ്പത്തിക രേഖകളും തെളിവുകളും കൃത്യമായി നിരത്തി ഇഡി ചോദ്യം ചെയ്യലിനൊരുങ്ങുമ്പോൾ നാണം കെട്ട ഈ സത്യങ്ങളെ എങ്ങനെ നേരിടണമെന്നറിയാതെ കുഴങ്ങുകയാണ് നേതൃത്വം. അഴിമതിയുടെ അപകർഷണങ്ങൾ പങ്കുവെച്ചവർ
ഓരോരുത്തരായി നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ട കാലം വിദൂരമല്ല. വരും ദിവസങ്ങളിൽ വീണ വിജയനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം മുൻ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കാനുള്ള നീക്കത്തിലാണ് ഇഡി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ആനുകൂല്യങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും ഉപയോഗിച്ച് ഈ വലിയ അഴിമതിയെ മൂടിവെക്കാൻ ഇനി ആർക്കും സാധിക്കില്ല. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ നാടകങ്ങളെല്ലാം വളരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഏത് കൊമ്പനാനകൾ വിചാരിച്ചാലും സാധിക്കില്ല എന്നതാണ് അനിഷേധ്യമായ യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി മാറി വി.ഡി. സതീശൻ വന്നതുകൊണ്ട് പഴയ പാപങ്ങൾ കഴുകിക്കളയാമെന്ന് കരുതേണ്ടതില്ല. കേവലം രാഷ്ട്രീയ ലാഭങ്ങൾക്കപ്പുറം സാമ്പത്തിക ക്രമക്കേടുകളുടെ വേരുകൾ തോണ്ടിയെടുക്കാനുള്ള കർശനമായ ദൃഢനിശ്ചയത്തിലാണ് ഇ.ഡി. തിരുവനന്തപുരത്തെയും ദില്ലിയിലെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒരുപോലെ വിറപ്പിക്കുന്ന ഈ നീക്കം വരാനിരിക്കുന്ന വലിയ നിയമ പോരാട്ടങ്ങളുടെയും രാഷ്ട്രീയ മാറ്റങ്ങളുടെയും തുടക്കമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമായി ഈ മാസപ്പടി കേസ് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. വി.ഡി. സതീശൻ ഭരണം നടത്തുമ്പോൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഈ ചോദ്യങ്ങളെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് കണ്ടറിയണം. മകളുടെ വാക്കുകളിലൂടെ സ്വന്തം അച്ഛൻ തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ കാഴ്ച കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയും അതേസമയം കറുത്ത സത്യവുമാണ്. ചോദ്യം ചെയ്യലിലേക്ക് ഇ.ഡി. കടുപ്പിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഈ അഴിമതി വീരന്മാർക്ക് ഇനി ഒളിച്ചിരിക്കാൻ യാതൊരു ഇടവുമില്ല. അഴിമതിയുടെ വേരെറുക്കാൻ നിയമം അതിന്റെ വഴിക്ക് കർശനമായി നീങ്ങുമ്പോൾ അധികാരത്തിന്റെ ഗർവെല്ലാം അടങ്ങി മാന്യമായി മറുപടി പറയേണ്ട ഗതികേടിലാണിന്ന് പിണറായി വിജയനും കുടുംബവുമുള്ളത്. ജനങ്ങളെ കബളിപ്പിച്ചതിന്റെ കനത്ത വില ഇവർ ഇനിയും കൊടുക്കേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഈ കഥയിൽ ഒളിച്ചിരിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം പാർട്ടി നേതൃത്വം വൈകിയാണെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. അച്ഛന്റെ തണലിൽ കൊള്ള മുതൽ വാരിക്കൂട്ടിയ മകൾ ഒടുവിൽ അച്ഛനെ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി തടിയൂരാൻ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ സ്നേഹബന്ധങ്ങളുടെ പൊള്ളത്തരം കൂടിയാണ് പുറത്തു വരുന്നത്. പണത്തിന് മുന്നിൽ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം പോലും നിസ്സാരമായി മാറുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. നാടിനെ കൊള്ളയടിക്കാൻ കുടുംബവുമായി ഇറങ്ങിത്തിരിച്ചവർ ഒടുവിൽ നിയമത്തിന്റെ മുന്നിൽ പരസ്പരം പഴിചാരി നിൽക്കുന്ന ഈ ദുരവസ്ഥ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ആക്ഷേപഹാസ്യമായി മാറിക്കഴിഞ്ഞു. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വലിയ രാഷ്ട്രീയ ഭൂകമ്പം കൂടിയാണിത്. പഴയ ഭരണാധികാരികളുടെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അണികൾ പോലും തല താഴ്ത്തി നിൽക്കേണ്ട ഗതികേടിലാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയധികം നാണം കെട്ട മറ്റൊരു കുടുംബം വേറെ ഉണ്ടാകില്ല. അഴിമതിയുടെ അഴുക്കുചാലിൽ നിന്ന് ഇനി ഈ കുടുംബം ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത്. നിയമത്തിന്റെ നീണ്ട കരങ്ങൾ ഇവരുടെ കഴുത്തിലേക്ക് നീളുമെന്ന് ഉറപ്പായതോടെ രാത്രി ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പ്രതിപക്ഷ നേതാവും കൂട്ടരും. ഇവർ നടത്തിയ ഓരോ ഇടപാടുകളുടെയും കണക്കുകൾ കൃത്യമായി നിർത്തി ഇ.ഡി. ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ വിയർപ്പൊഴുക്കേണ്ടി വരുന്ന ആ ദിവസങ്ങൾ അകലെയല്ല. മകളുടെ ആ ഒറ്റ മൊഴിയിലൂടെ തകർന്നടിഞ്ഞത് ഒരു മുൻ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും അഹങ്കാരമാണ്. അഴിമതിക്ക് കൂട്ടുനിന്ന പ്രമുഖ വ്യവസായികളുടെയും കർത്തമാരുടെയും നെഞ്ചിടിപ്പ് ഇതിനോടകം തന്നെ കൂടിയിട്ടുണ്ട്. ഭരണമാറ്റം വന്നുവെന്ന് കരുതി പഴയ കൊള്ളകൾ മാഞ്ഞു പോകില്ലെന്ന് CPM നേതൃത്വം വൈകിയാണെങ്കിലും മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ തോണ്ടിയ ഈ മാസപ്പടി കേസ് പാർട്ടിയുടെ അന്ത്യം കുറിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവസാനമായി മകളുടെ വാക്കുകളിലൂടെ സ്വന്തം അച്ഛൻ തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ ദയനീയ കാഴ്ച കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കറുത്തതും എന്നാൽ അതേസമയം പരിഹാസ്യവുമായ സത്യമാണ്. ചോദ്യം ചെയ്യലിലേക്ക് ഇ.ഡി. കടുപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ അഴിമതി വീരന്മാർക്കിനി കേരളത്തിൽ ഒളിച്ചിരിക്കാൻ മാളങ്ങളില്ല. അഴിമതിയുടെ വേരെറുക്കാൻ നിയമം അതിന്റെ വഴിക്ക് കർശനമായി നീങ്ങുമ്പോൾ അധികാരത്തിന്റെ ഗർവെല്ലാം അടക്കി മാന്യമായി മറുപടി പറയേണ്ട ഗതികേടിലാണ് ഇന്ന് പിണറായി വിജയനും കുടുംബവും. ജനങ്ങളെ കബളിപ്പിച്ചതിന്റെയും ഖജനാവ് കൊള്ളയടിച്ചതിന്റെയും കനത്ത വില ഇനിയും ഇവർ കൊടുക്കേണ്ടി വരുമെന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.